വൻ വാർത്തയിലേക്ക് വീണ്ടും കോൺഗ്രസ് നേതാക്കളുടെ അനുനയ നീക്കത്തിന് വഴങ്ങാതെ NSS നേതൃത്വം. ഒത്തുതീർപ്പിന്റെ ആവശ്യം NSSനില്ല എന്ന് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ 24നോട് പറഞ്ഞു. പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ NSS വിരുദ്ധരും രാഷ്ട്രീയ മുതലെടുപ്പുകാരുമാണ്. അതിനെ അവഗണിക്കാൻ തന്നെയാണ് തീരുമാനമെന്നും ജി സുകുമാരൻ നായർ 24നോട് പറഞ്ഞു. അവര് വന്നേച്ചത് സ്വാഭാവികമായിട്ടുള്ള വെച്ചിട്ട് പോകുന്നു. രാഷ്ട്രീയമൊന്നും ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. ഒത്തുതീർപ്പിന്റെ ആവശ്യം ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഇപ്പോഴത്തെ വിഷയത്തിൽ കോൺഗ്രസ് ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. ആവശ്യമില്ലല്ലോ. ഞങ്ങള് വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഒരു ശരി ദൂരം എടുത്തു എന്നുള്ളൂ. രാഷ്ട്രീയത്തിൽ ഞങ്ങൾ സമദൂരം തന്നെ. ഞങ്ങള് നിന്നിടത്ത് തന്നെ നിൽക്കുന്നു. മാറിയതൊക്കെ ആരാന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. ഇന്നലെ PJ കുര്യൻ സാർ വന്നിരുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ് വന്നിരുന്നു എന്ന് പറഞ്ഞു. അവരാരും അതിനെ ചുമതലപ്പെട്ടവരല്ലല്ലോ ചർച്ച ചെയ്യാനായിട്ട്. അവര് വന്ന് വ്യക്തിപരമായ വിസിറ്റ് ആയിരുന്നു. അത് കാര്യങ്ങൾ സംസാരിച്ചു പോയി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിനെപ്പറ്റി സംസാരിച്ചില്ല. വിശ്വാസത്തിന്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം NSSന്റെ നിലപാടാണ്. ആ കാര്യത്തിൽ അതിനനുകൂലമായ സാഹചര്യം എവിടുന്നുണ്ടായോ അവരുമായി സഹകരിക്കുക. ആ കാര്യത്തിൽ അതിനകത്ത് രാഷ്ട്രീയം കലർത്താൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയക്കാര് ആണ്, ചാനലുകാരുമാണ്. ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും ഒരു രാഷ്ട്രീയമില്ല. ഞങ്ങൾ രാഷ്ട്രീയമായി സമദൂരത്തിൽ തന്നെയാണ്. അതെ 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 അതെ. ഈ BJP നേതാക്കൾ വരുന്നു എന്നൊരു കഥ ഇങ്ങനെ കേട്ടിരുന്നു. അങ്ങനെ സാറിന്റെ അനുവാദം ചോദിച്ചിട്ട് വല്ലതും ആണോ വരുന്നത്, അതോ ഞാൻ ആരെയും കണ്ടില്ല. ഇല്ല. ഈ കരയോഗങ്ങളിലെ പ്രതിഷേധത്തിന് പിന്നിൽ ആരാണെന്നാ സാർ കരുതുന്നത്? അത് ചുമ്മാ NSS വിരുദ്ധരും രാഷ്ട്രീയമായിട്ട് മുതലെടുക്കുന്നവരുമാണത്. നായന്മാര് മുഴുവൻ NSSകാരാണെന്ന് പറയാൻ ഒക്കുമോ? അതൊരു സോഷ്യൽ ഓർഗനൈസേഷനാണ്. അതിനകത്ത് അംഗമായിട്ടുള്ളവര് പറഞ്ഞാൽ മനസ്സിലാക്കാം. ഇത് എല്ലാരും കൂടെ അവിടെ ഇവിടെ തരത്തിന് ഒപ്പിച്ച് ഫ്ലെക്സ് വെക്കുന്നു, അത് വെക്കുന്നു, ഇതൊന്നും ആക്കുക. അതിന്റെ പാട്ടിന് പോട്ടെ. ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഇവിടെ അതൊന്നും ഏശത്തുമില്ല. അത്തരം പ്രതിഷേധങ്ങൾ അവഗണിക്കുക എന്നുള്ളതാണ് സമുദായ നേതൃത്വത്തിന്റെ സമീപനം അല്ലേ? പൂർണ്ണമായിട്ടും അവഗണിച്ചല്ലോ അതല്ല. പെരുന്നയിലെത്തിയ കോൺഗ്രസ് നേതാക്കളുമായി രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ല എന്നാണ് ജി സുകുമാരൻ നായർ പറഞ്ഞത്. അതേസമയം കൂടിക്കാഴ്ചയിൽ നിലവിലെ രാഷ്ട്രീയ വിഷയങ്ങളും ചർച്ചയായെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചു. ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു. ഞാൻ അദ്ദേഹത്തെ കണ്ടു, സംസാരിച്ചു. അവരെടുത്ത നിലപാടുകൾ വളരെ കൃത്യതയോടുകൂടി ബഹുമാനത്തോടു കൂടി കാണുന്നൊരു വ്യക്തിയാണ് ഞാൻ. കാരണം അവർ ശബരിമല സംബന്ധിച്ച് ഒരു നിലപാടുണ്ട്. അതെല്ലാം ബഹുമാനത്തോടു കൂടി നമ്മൾ കാണണം. മാത്രമല്ല, ഒരു പൊസിഷൻ എടുക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നായർ സർവീസ് സൊസൈറ്റിക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനകത്ത് കയറി ആഭ്യന്തര കാര്യങ്ങളുടെ അഭിപ്രായം പറയുന്നത് ശരിയല്ല. അത് കൃത്യതയോടുകൂടി മുന്നോട്ട് പോകാനുള്ള പരിപക്വമായ ഒരു ലീഡർഷിപ്പ് നായർ സർവീസ് സൊസൈറ്റിക്കുണ്ട്. അതവർ ആ നിലയിൽ ചെയ്യുകയും ചെയ്യും. സമുദായ നേതാക്കളെ സന്ദർശിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. അതെല്ലാം അവർ നടത്തുന്ന വ്യക്തിപരമായ സന്ദർശനങ്ങളാണ്. UDF നേതൃത്വമോ കോൺഗ്രസ് നേതൃത്വമോ SNDPയുടെ ആസ്ഥാനത്തോ NSSന്റെ ആസ്ഥാനത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും സമുദായ സംഘടനകളുടെ അടുത്ത് ഒരു നേതാവും പോകുന്നതിനെ വിലക്കിയിട്ടില്ല. ഒരർത്ഥത്തിലും വിലക്കിയിട്ടില്ല. കാരണം അവരെല്ലാവരുമായിട്ട് ഞങ്ങൾ നല്ല ബന്ധത്തിലാണ്. ഒരാളും പോകുന്നതിന് തടസ്സമില്ല. ജി സുകുമാരൻ നായർക്കെതിരെ ഇന്നും കരയോഗങ്ങളിൽ പ്രതിഷേധ ബാനറുകൾ ഉയർന്നു. R ശ്രീജിത്ത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, സമവായ നീക്കവുമായി നേതാക്കൾ പെരുന്നയിലേക്ക് എത്തുന്നതിനിടയിലാണ്, ആ സമവായ നീക്കം കോൺഗ്രസ് സജീവമാക്കുന്നതിനിടയിലാണ് ജി സുകുമാരൻ നായർ 24നോട് നിലപാട് വ്യക്തമാക്കുന്നത്. വിശ്വാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ശരിദൂരം തന്നെയാണ്, രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിൽ അത് സമദൂരവുമാണ്. ഇങ്ങനെയൊരു അനുനയത്തിൻ്റെ ആവശ്യം NSSനില്ല എന്നതടക്കം ജി സുകുമാരൻ നായർ വ്യക്തമാക്കുന്നുണ്ട്. ഈ സുകുമാരൻ നായരുടെ പ്രതികരണത്തെ എങ്ങനെയാണ് പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ വിലയിരുത്തേണ്ടത്, വിശകലനം ചെയ്യേണ്ടത്? R ശ്രീജിത്ത്. ശ്രീജിത്ത്, ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് NSS ജനറൽ സെക്രട്ടറി നിലപാടെടുത്തപ്പോൾ മുതലാണ് ഇക്കാര്യം ഇത് രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തിയുള്ള ചർച്ച തുടങ്ങിയത്. എന്നാൽ ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷവും സർക്കാരിനോടുള്ള സമീപനം കൂടുതൽ ഊഷ്മളമാക്കിയ ജി സുകുമാരൻ നായരുടെ നിലപാടുകൾ, പ്രസ്താവനകൾ അത് വലിയ രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾക്ക് ഇട നൽകിയിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് വേണം ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തെ കാണാൻ. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടാണ് NSS അതിൻ്റെ ശരിദൂരം എന്ന നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സമീപനം സ്വീകരിച്ചത്.
വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആര് അനുകൂല നിലപാട് സ്വീകരിച്ചാലും തങ്ങൾ സ്വീകരിക്കുമെന്നാണ് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ 24 നൽകിയ ഈ ടെലിഫോൺ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ അദ്ദേഹത്തെ പല ആളുകളും വന്ന് കാണുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഒരു അനുനയത്തിൻ്റെ അടിസ്ഥാനമില്ല, ആവശ്യമില്ല, അതിന് സമുദായ സംഘടനയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതായത് ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടും ശബരിമലയിലെ വിശ്വാസവുമായി ബന്ധപ്പെട്ടും NSS സ്വീകരിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ നിലപാടിൽ നിന്ന് പിറകോട്ട് പോകാനില്ല എന്ന് വ്യക്തമാക്കുകയാണ് ജി സുകുമാരൻ നായർ ചെയ്തിരിക്കുന്നത്. രാഷ്ട്രീയമായി ഇപ്പോഴും സമദൂരം തന്നെയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നേരത്തെ തന്നെ അദ്ദേഹം ഒരു കാര്യം വ്യക്തമാക്കുന്നു, ആഗോള അയ്യപ്പ സംഗമത്തിലാണ് നിലപാട് വ്യക്തമാക്കിയത്, മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളിലൊന്നും തങ്ങൾ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എന്ന് പറയുന്നു. എന്നാൽ കോൺഗ്രസ് നേതാക്കൾ വന്നു കാണുന്നവർ പലരും വന്നു കാണുന്നുണ്ട്. അവരുമായി രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ല, വന്നവരാരും അതിന് ചുമതലപ്പെട്ടവരല്ല എന്ന പ്രസ്താവനയിലാണ് ജി സുകുമാരൻ നായരുടെ NSS ജനറൽ സെക്രട്ടറിയുടെ ഈർഷ്യ അല്ലെങ്കിൽ UDF-നോടുള്ള കോൺഗ്രസിനോടുള്ള ഒരു പരിഭവം പരാതിയൊക്കെ നേടിയിരിക്കുന്നത്. കാരണം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ ഇരിക്കുന്നതെന്ന് അദ്ദേഹം ഒരുപക്ഷെ ഉദ്ദേശിക്കുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനോ അല്ലെങ്കിൽ KPC പ്രസിഡന്റ് സണ്ണി ജോസഫോ കാണാനെത്തിയില്ല, ഈ കാര്യത്തിൽ പരിഹാരമുണ്ടാക്കാൻ എത്തിയില്ല എന്നതിൻ്റെ ഒരു പരിഭവമായിരിക്കും. അവരാകട്ടെ ഈ കാര്യത്തിൽ ഇതുവരെ NSS-ഉമായി ഒരു അനുനയ ചർച്ചയ്ക്ക് തയ്യാറായിട്ടുമില്ല. ഇന്നും VD സതീശൻ പ്രതികരിച്ചത് ആരും പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടല്ല NSS ആസ്ഥാനത്തേക്ക് പോയത്, വ്യക്തിപരമായ സന്ദർശനമാണ്, അങ്ങനെ ആർക്കും പോകുന്ന തടസ്സം ഇല്ല എന്നാണ്. എന്നാൽ സതീശനാകട്ടെ ഇത്തരമൊരു ചർച്ചയ്ക്ക് ഒരു മുൻകൈ എടുക്കാൻ വ്യക്തിപരമായി തയ്യാറുമല്ല. ഇതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ പരിതസ്ഥിതി. ശരി, ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കോൺഗ്രസ് NSS-നെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നതിനിടെ PJ കുര്യനും കൊടിക്കുന്നിൽ സുരേഷും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഒക്കെ പെരുന്നയിലെത്തി ജി സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനിടയിലാണ് നിലപാട് 24-നോട് വിശദീകരിക്കുന്നത് ജി സുകുമാരൻ നായർ. അങ്ങനെ ഒരു അനുനയത്തിന്റെ ആവശ്യം NSS-നില്ല എന്നുള്ളതാണ് ജി സുകുമാരൻ നായർ പറയുന്നത്. ഒപ്പം തന്നെ വിശ്വാസത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ശരിദൂരം തന്നെയാണ്, രാഷ്ട്രീയത്തിലാണെങ്കിൽ അത് സമദൂരവുമെന്നും ജി സുകുമാരൻ നായർ 24-നോട് വിശദീകരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.